ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. നമ്മുടെ 6th CBSE വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബുദ്ധനെ കുറിച്ചുള്ള അല്ലെ സ്റ്റോറി ഓഫ് ബുദ്ധ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബുദ്ധൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു എന്നറിയോ? ബുദ്ധൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് എന്താണ്? സിദ്ധാർത്ഥ ഓൾസോ നാണോസ് ഗൗതമ. സിദ്ധാർത്ഥൻ എന്നായിരുന്നു ബുദ്ധൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ആയിരുന്നു ആര്? നമ്മുടെ സിദ്ധാർത്ഥൻ എന്ന ബുദ്ധൻ എന്ന് പറയുന്നത്. ഓക്കെ, 2500 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, ദിസ് വാസ് ദ ടൈം ഓഫ് റാപ്പിഡ് ചേഞ്ച് ഇൻ ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ. അതായത് ആ ഒരു സമയത്ത്, അതായത് ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ജനങ്ങളുടെ ജീവിത ശൈലിയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. The Buddha belonged as a small Ghana known as the Sakhighana and was a Kshatriya. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ബുദ്ധൻ എന്ന് പറയുന്നത് ഒരു ക്ഷത്രിയനായിരുന്നു. ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ബുദ്ധൻ, അല്ലെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കംഫേർട്സും, അത് രാജകുടുംബത്തിലുള്ള ആളായിരുന്നു നമ്മുടെ ബുദ്ധൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കംഫേർട്സ്, സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നോളജ് നേടി, അറിവ് തേടി പോയി. ഓക്കെ, അങ്ങനെ ഹി വാണ്ടഡ് ഫോർ സെവറൽ ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ഇപ്പോൾ വേറെ തിങ്കേഴ്സിലെ വേറെ ചിന്തകരായിട്ടൊക്കെ മീറ്റിംഗ് ഒക്കെ നടത്തി ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഓക്കെ, അറിവിന് വേണ്ടിയിട്ട്, നോളജിന് വേണ്ടിയിട്ട്. ദെൻ ഹി ഫൈനലി ഡിസൈഡ് ഫൈൻഡ് ഹിസ് ഓൺ പാത്ത്. അദ്ദേഹത്തിൻ്റെ പാത എന്താണെന്ന് അറിയണം. അങ്ങനെ അദ്ദേഹം നമ്മുടെ ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചിട്ട് അവിടുത്തെ പീപ്പിൾ ട്രീൻ്റെ അടുത്ത് പോയിട്ട് മെഡിറ്റേഷൻ ഇരുന്നു. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്തു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായത്. എൻലൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ബോധോദയം വന്നത്. ഓക്കെ, അവിടെ വെച്ചാണ്, അല്ലെങ്കിൽ അന്ന് തൊട്ടാണ് ബുദ്ധൻ എന്ന പേര് വന്നത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഹി വാസ് നോൺ ആസ് ബുദ്ധ ഓർ ദ വൈസ് വൺ. ഓക്കെ, അങ്ങനെയാണ് സിദ്ധാർത്ഥന് ബുദ്ധ എന്ന പേര് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ കുഷ്നാരയിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ബുദ്ധനെ കുറിച്ചുള്ള പ്രാഥമിക കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.